മനുഷ്യ സൃഷ്ടിയുടെ പൂർണ്ണതയെക്കുറിച്ചൊക്കെ DC ബുക്സ് ഒരു ചർച്ച പോലെ നടത്തിയപ്പോൾ സ്ത്രീയാണ് മനുഷ്യ സൃഷ്ടിയിൽ പൂർണ്ണ സൃഷ്ടി എന്നൊക്കെയാണ് ഒരു ചർച്ച ചെയ്യുന്നതിൽ ഒരു വ്യക്തി പറഞ്ഞത്. കാരണം സ്ത്രീക്ക് ഗർഭപാത്രമുണ്ട് എന്നാണ് വാദിച്ചത്. അപ്പോൾ രണ്ടാമത്തെ സ്ത്രീ പറഞ്ഞു അതുമാത്രമല്ല, അവൾക്ക് പ്രസവിക്കാൻ പറ്റും, അവൾക്ക് പാലൂട്ടാൻ പറ്റും, രക്തം പോലും പാലാക്കിയിട്ട് കുഞ്ഞിനെ കൊടുക്കാൻ പറ്റും, അതാണ് പൂർണ്ണത എന്ന്. ഇതൊക്കെ കേൾക്കുമ്പോൾ അടുത്തിരിക്കുന്ന ഞാൻ പ്രസവിച്ചിട്ടുമില്ല, പാലൂട്ടിയിട്ടുമില്ല, ഒന്നുമില്ല, അപ്പോൾ പൂർണ്ണ സൃഷ്ടി അല്ല എന്നുള്ളൊരു വ്യംഗ്യാർത്ഥമാണ് ചർച്ചയിൽ വരുന്നത്. പക്ഷേ എൻ്റെ അടുത്ത് എനിക്ക് റോള് കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ശാരീരികമായിട്ടല്ല നമ്മൾ പൂർണ്ണ സൃഷ്ടിയാണോ അല്ലേ അപൂർണ്ണ സൃഷ്ടിയാണോ എന്ന് നോക്കുക. കാരണം ഞങ്ങളുടെ സിസ്റ്റേഴ്സിനൊക്കെ ഗർഭപാത്രമുണ്ട്, ആരും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ എവിടെയാണ് അതിൻ്റെ പൂർണ്ണത വരിക? ഇത് യൂസ് ചെയ്താലാണോ വരിക അല്ലെങ്കിലാണോ എന്നൊക്കെ ഉള്ള നിലയ്ക്ക് ബയോളജിക്കലി ഒരു പൂർണ്ണത ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഞാൻ പറയുന്നു XX ക്രോമസോമാണ് സ്ത്രീ, XY ക്രോമസോമാണ് പുരുഷൻ. ആ Y എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു പുരുഷത്വമേ ഒരു സൃഷ്ടികർമ്മത്തിൽ വരുന്നുള്ളൂ, അവനിലും ഉണ്ട് ഒരു X എന്നൊക്കെ പറഞ്ഞത് വെച്ച് ഞാൻ നോക്കുമ്പോൾ ഞാൻ ഒരിക്കൽ ഒരു ക്ലാസ്സിലൊരു ചോദ്യം ചോദിച്ചു, രണ്ടാമത്തെ X എന്താണ് സ്ത്രീയിലെ? അപ്പോൾ പറഞ്ഞു അത് ഒരു പ്രൊട്ടസ്റ്റിംഗ് X ആണ്. ഞാൻ പറഞ്ഞു അത് തന്നെയാണ് ഈ Y എന്ന് പറയുന്നത്. പുരുഷത്വം എന്ന് പറയുന്ന ആ പ്രൊട്ടസ്റ്റിംഗ് X സ്ത്രീയിൽ തന്നെയുണ്ട്. അപ്പോൾ പുരുഷനിലും സ്ത്രീയുണ്ട്, സ്ത്രീയിലും പുരുഷനുണ്ട് എന്നാണ് എൻ്റെ വാദം. ഒരു സ്ത്രീ അവളുടെ സ്ത്രീത്വം ഉപയോഗിച്ചുകൊണ്ടിരിക്കലേ ഒരു പുരുഷൻ്റെ ആവശ്യകത വരുമ്പോൾ അവളിലെ പുരുഷത്വം ഉണർത്തി ആവശ്യമുള്ള റേഷ്യോയിൽ പുരുഷനായി പ്രവർത്തിക്കുമ്പോൾ അവൾ പൂർണ്ണ സൃഷ്ടിയായി. ഇത് തന്നെയാണ് പുരുഷനും. പുരുഷൻ അവനിലെ പുരുഷത്വം ഉപയോഗിച്ചുകൊണ്ടിരിക്കലേ സ്ത്രീത്വത്തിൻ്റെ ആവശ്യകത വരുമ്പോൾ ആവശ്യമുള്ള തോതിൽ അവനിലെ സ്ത്രീത്വം ഉപയോഗിക്കുമ്പോൾ അവനും പൂർണ്ണ സൃഷ്ടിയായി. അങ്ങനെയാണ് പൂർണ്ണ സൃഷ്ടിയാകുന്നത്. കാരണം ഇപ്പോൾ ഒരു കുട്ടിക്ക് വയ്യാതെയായി, ആ കുട്ടിയുടെ അച്ഛൻ അമ്മ റോൾ എടുക്കും, ചിലപ്പോൾ എടുക്കേണ്ടി വരും, അമ്മ അവിടെ എടുത്തില്ല, അപ്പോൾ കുട്ടിയുടെ കൂടെ ഇരുന്ന് അമ്മ റോൾ എടുക്കണം. അവിടെ അവൻ പൂർണ്ണ മനുഷ്യനാവുകയാണ്. അവൻ പുരുഷനാണ്, ഒപ്പം അവൻ സ്ത്രീയുമാണ്, അപ്പനാണ്, ഒപ്പം അമ്മയുമാണ്. ഇത് തന്നെ ഒരു അമ്മയ്ക്കും ഭർത്താവ് സ്ഥലത്തില്ലാത്തപ്പോൾ അവളൊരു പുരുഷനായി മാറേണ്ടി വരും, ഭർത്താവായി മാറേണ്ടി വരും. അങ്ങനെയാണ് പൂർണ്ണത എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞ ഒരു വാചകമാണ്, സ്ത്രീ ഒരു കനലാണ്. സ്ത്രീ എന്നും കനൽ പാകത്തിൽ തുടരണം. കാറ്റും കോളും സൊസൈറ്റിയും പുരുഷനും എല്ലാ പ്രതിസന്ധികളും അവളെ ചാരമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ എന്തു വന്നാലും അവൾ ചാരമാകാതെ നോക്കണം. കാരണം അവശ്യ സന്ദർഭങ്ങളിൽ അവൾ തീയാകാനുള്ളതാണ്. കനൽ പാകത്തിലിരുന്നാലേ അവശ്യ സന്ദർഭങ്ങളിൽ അവൾക്ക് തീയാകാൻ പറ്റൂ. അപ്പോൾ ഈ ഒരു വാക്യമാണ് പിറ്റേ ദിവസം പത്രത്തിലൊക്കെ ക്യാപ്ഷനായിട്ട് വന്നത്. അത് ഞാനിപ്പോഴും പറയുന്നു, എല്ലാ സ്ത്രീകളും കനൽ പാകം വിടാതെ നോക്കണം. കാരണം ചില സന്ദർഭങ്ങളിൽ അവൾ തീയാകാനുള്ളവളാണ് എന്ന്. അപ്പോൾ ഈ അർദ്ധനാരീശ്വര സങ്കല്പത്തേക്കാൾ ഞാൻ എന്തായാലും ഒറ്റയ്ക്ക് താമസിക്കുന്ന, ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു പുരുഷനായാലും സ്ത്രീയായാലും അവർക്കും പൂർണ്ണ സൃഷ്ടിയാകാം എന്ന് ഞാൻ ഇതുവഴി സ്ഥാപിക്കുകയായിരുന്നു. പിന്നെ ഇനി മതത്തിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ, ഇപ്പോൾ മതം തലക്കടിച്ചിട്ടുള്ളവരെയാണ് അധികവും കാണുന്നത്. എല്ലാ മതങ്ങളും ഏറ്റവും അധികം പള്ളിയിൽ പോയി ഏറ്റവും മുന്നിൽ പോയി ഉറക്ക പ്രാർത്ഥന ചൊല്ലുന്നവരെ സൂക്ഷിക്കണം. അവരാണ് പുറത്ത് വന്ന് ഏറ്റവും കൂടുതൽ കള്ളത്തരം ചെയ്യുന്നതായിട്ട് അനുഭവം നമുക്ക് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ അമ്പലത്തിൽ പോകുന്നവരും അതുപോലെ തന്നെ മോസ്കിൽ പോകുന്നവരും വല്ലാതെ മതം തലക്കടിച്ച് വരുന്നവർ ഈ ലോകത്തിലെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും മൂല കാരണം ഈ മതത്തിൻ്റെ തല്ലുപിടുത്താണ്. ഞങ്ങളുടെ മതമാണ് ഏറ്റവും നല്ലത്. ഈ മതസൗഹാർദ്ദ ചർച്ചയൊക്കെ നടക്കാറുണ്ട്. വൈദികൻ അവൻ്റെ വസ്ത്രം ഇട്ടിട്ട് വരും, മൗലവി അവരുടെ വസ്ത്രം ഇട്ടിട്ട് വരും, പൂജാരി അവരുടെ വസ്ത്രം ഇട്ടിട്ട് വരും. എന്നിട്ട് അവരൊക്കെ പറയും, നമ്മളൊക്കെ പറയുന്നത് സ്നേഹം തന്നെയാണ്, എല്ലാം ഒന്നാണ്, ഒക്കെയാണ്. പക്ഷെ അവരുടെ ഉള്ളിൽ ഒരു ഹുങ്കുണ്ട്, എൻ്റെ മതമാണ് ശരിക്കുള്ള മതം. അത് ഈ പറയുന്ന ഓരോരുത്തരുടെ ഉള്ളിലെ ഹുങ്ക് അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാലും ഞങ്ങളുടെ മതമാണ് നല്ലത്. ഇങ്ങനെ ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ക്രിസ്തു മതത്തെ പറ്റി പറയുന്നത് യേശുവാണ് ഏക ദൈവം, ഏക സത്യദൈവം. ഇത് അമ്പലത്തിൽ ഗുരുവായൂർ താമസാക്കി തുടങ്ങിയപ്പോൾ ഞാൻ ആ അമ്പലത്തിൻ്റെ മുന്നിൽ നിന്നിട്ട് ജീസസ് ഗുരുവായൂരപ്പ
എന്നെ അനുഗ്രഹിക്കണേ. ചിലപ്പോൾ അതിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ പറയും ജീസസ് ഗുരുവായൂരപ്പ ഐ പാസ്. കാരണം എല്ലാം ഒരു ശക്തിയുടെ മറ്റു ഭാഗങ്ങളാണ്. എനിക്ക് ശീലം ജീസസ് എന്ന് വിളിച്ചിട്ടാണ് ജനിച്ചപ്പോൾ തുടങ്ങി നമ്മൾ ആ മതം ഫോളോ ചെയ്തതുകൊണ്ട് ഞാൻ ജീസസ് എന്ന് പറയുന്നതിന് പകരം ഗുരുവായൂരപ്പ എന്നും പറയാം, അള്ളാ എന്നും പറയാം, ഏത് ദൈവത്തെ പേരും വിളിക്കാം. നമുക്കൊക്കെ വ്യത്യസ്ത പേരുകളുള്ളതുപോലെ ഈ ശക്തിക്ക് ഓരോരുത്തരും മനസ്സിലാക്കിയ വിധത്തിൽ ഓരോ പേര് കൊടുത്തിരിക്കുന്നു, അത്രയേ ഉള്ളൂ. എല്ലാം ഒന്നാണ്. ഇത് ഞാൻ ഗുരുവായൂർ വെച്ച് ജീസസ് ഗുരുവായൂരപ്പ എന്ന് വിളിച്ചതൊക്കെ കേട്ടിട്ട് എൻ്റെ പ്രെയർ ഗ്രൂപ്പിലൊരു പെൺകുട്ടി പറഞ്ഞു, സിസ്റ്ററേ എന്ത് അബദ്ധമായി പറയുന്നേ, ക്രിസ്തുവാണ് ഏക സത്യദൈവം എന്ന് പറയാറുണ്ടല്ലോ, എന്നിട്ട് സിസ്റ്റർ എന്താ ജീസസ് ഗുരുവായൂരപ്പൻ എന്നൊക്കെ പറയുന്നത്, അത് തെറ്റല്ലേ എന്നൊക്കെ പറഞ്ഞ് അവൾ ഫോണിൽ കൂടെ ബഹളം കൂട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു, ഈ വരിയും കൊണ്ട് എൻ്റെ ഫ്ലാറ്റിലേക്ക് നീ വന്നാൽ ഞാൻ വാതിൽ തുറന്നു തരില്ല. ഇത് വെറുതെ പരസ്പരം മതങ്ങൾ തമ്മിൽ തല്ലുപിടിക്കാനും മതവിശ്വാസികൾ തമ്മിൽ വഴക്കുണ്ടാക്കാനും വേണ്ടി ഓരോരുത്തരും അവനവൻ്റെയാണ് ഏറ്റവും ശരി, ഏറ്റവും വലുത് എന്ന് പറഞ്ഞു വരുന്നതാണ്. എല്ലാ ദൈവങ്ങളും ഒന്നാണ്. അപ്പോൾ ഇവിടെ താമസിക്കുന്ന എനിക്ക് ജീസസിനോട് സംസാരിക്കുന്നത് ഞാൻ ഗുരുവായൂരപ്പനിലൂടെയാണ്. അപ്പോൾ എനിക്ക് അനുഭവങ്ങളും കൂടിയുണ്ട്. എനിക്കൊരു ഗ്യാസിൻ്റെ അവിടേക്ക് ഫോൺ വിളിച്ചിട്ട് കിട്ടാതെ ഒരു മുത്തശ്ശീനെ എൻ്റെ വീട്ടിൽ താമസിപ്പിക്കാൻ കൊണ്ടുവരികയാണ്. പക്ഷേ എൻ്റെ ഗ്യാസ് പെട്ടെന്ന് തീർന്നു. മറ്റേ ഒരു പ്രൈവറ്റ് ഗ്യാസ് എനിക്കുണ്ട്. എന്ത് ചെയ്താൽ വിളിച്ചാൽ അവരുടെ ഫോൺ നമ്പർ കണക്റ്റഡ് ആയില്ല. ഞാൻ അന്ന് ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ നിന്നിട്ടാണ് പറഞ്ഞു, ജീസസ് ഗുരുവായൂരപ്പ എൻ്റെ ഈ പ്രശ്നം ഒന്ന് പരിഹരിച്ചു തരണേ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് കടന്നു. പിന്നെ ഫോൺ വിളിച്ചപ്പോൾ ഭാഗ്യത്തിന് 2 ദിവസം എടുക്കാത്ത ഫോൺ അവരെടുത്തു. 1 മണിക്കൂറിനുള്ളിൽ എനിക്ക് ഗ്യാസ് കൊണ്ടുവന്നെത്തി. ഞാനിത് ഒരു അത്ഭുതമായിട്ട് പറയുന്നതല്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ മനസ്സ് മാറ്റാനുള്ളതല്ല. പ്രാർത്ഥന നമ്മുടെ മനസ്സാണ് മാറ്റേണ്ടത്. നമ്മുടെ മനസ്സ് മാറ്റാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പരീക്ഷയ്ക്ക് പോകുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് പോകണു, അല്ലെങ്കിൽ ഇപ്പോൾ ഈവൺ ഈ ഇൻ്റർവ്യൂവിന് വരുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ട് വരുന്നു എന്ന് പറയണത് ഞാൻ എൻ്റെ മനസ്സിനോട് തന്നെ ബലം കൊടുത്ത് പറയുകയാണ്, ശരിയാവണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം അവനവൻ്റെ മനസ്സിലാണ് മാറ്റം വരേണ്ടത്. ഒരു പ്രാർത്ഥനയും ദൈവത്തിൻ്റെ മനസ്സ് മാറ്റാൻ നമുക്ക് പറ്റില്ലല്ലോ, നമ്മുടെ കഴിവല്ലല്ലോ. ഞാൻ എൻ്റെ ഈശോയോട് പറയുന്ന അതേ സ്വാതന്ത്ര്യത്തോടെ ജീസസ് ഗുരുവായൂരപ്പ എന്ന് വിളിച്ച് ആ അമ്പലത്തിൻ്റെ മുമ്പിൽ നിന്ന് പറഞ്ഞു. കാരണം അതിന് കഴിയണം. എല്ലാ മനുഷ്യരും മനുഷ്യകുലമാണ്, ഒരേ തറവാട്ടിലെ മക്കളാണ് എന്ന് നമ്മൾ ചിന്തിക്കണമെങ്കിൽ നമ്മൾ ഈ ദൈവങ്ങളെ വേർതിരിച്ച് ചിന്തിക്കാൻ പാടില്ല. ഇപ്പോൾ ദൈവങ്ങളെ ഇങ്ങനെ മാറ്റി നിർത്തുന്നത് വഴി തന്നെയാണ് രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ടാവുന്നത്. ഇപ്പം മതേതര രാഷ്ട്രമൊന്നും അല്ലല്ലോ നമ്മുടെ. ഒരു മതം പറയും, ആ മതത്തിനെ പൊക്കിപ്പിടിച്ചുള്ള രാഷ്ട്രീയം. മതേതരം എന്ന് പറഞ്ഞാലും അതിലും ഉണ്ട് മതമൊക്കെ. അപ്പോൾ ഞാൻ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കി എടുത്തത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അത്യാവശ്യം നിരീശ്വരവാദികളെയാണെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. ഞാൻ അവരുടെ ഒരു പ്രസംഗത്തിൽ അവരുടെ ഇതിൽ തന്നെ പറഞ്ഞു, ഞാൻ വിശ്വാസിയാണ്, പക്ഷേ ഒരു മതാന്ത ഭക്തരെക്കാൾ ഞാൻ മാനിക്കുന്നത് ഒരു നിരീശ്വരവാദിയെയാണ്. കാരണം നിരീശ്വരവാദികൾ ആരും മനുഷ്യർക്ക് ദോഷം ചെയ്യില്ല. അവർ ദൈവം ഉണ്ടെന്നോ ഇല്ലെന്നോ എന്തു വേണമെങ്കിൽ പറഞ്ഞു നടന്നോട്ടെ. പക്ഷെ മനുഷ്യരെ രക്ഷിക്കാൻ, മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഓടി നടക്കുന്ന അനേകം നിരീശ്വരവാദികളെ എനിക്കറിയാം. അപ്പോൾ അവർ മനുഷ്യർക്ക് ദോഷം ചെയ്യുന്നില്ല. അതിൽ തന്നെ അവർക്ക് ദൈവികതയുണ്ടെന്നല്ലേ അർത്ഥം, ആ നന്മയുണ്ടെന്നല്ലേ അർത്ഥം. നന്മയുള്ള ഓൾ ഗുഡ് കംസ് ഫ്രം ഗോഡ്, ഓൾ ഈവിൾ കംസ് ഫ്രം ഡിവിൾ എന്നൊക്കെ പറയുന്നത് പോലെ നന്മയുണ്ടെങ്കിൽ അവിടെ ദൈവമുണ്ട്, അല്ലെങ്കിൽ ആ ഒരു നല്ല ശക്തിയുണ്ട്. ഞാനൊരു ശക്തി പല വിധത്തിൽ അറിയപ്പെടുന്നു എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു മാനവികതയാണ് വേണ്ടത്, ഒരു യൂണിവേഴ്സൽ ബ്രദർഹുഡ്. അതാണ് വലിയ വലിയ സന്യാസികളൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. നിത്യാനന്ദ ഗുരു, യതി നിത്യാനന്ദ ഗുരു, അല്ലെങ്കിൽ എന്താണ് ബാക്കിയുള്ള സന്യാസികൾ, ഞാൻ പേരെടുത്ത് പറയുന്നില്ലെങ്കിലും ഇവരൊക്കെ പറയുന്ന ഈ യൂണിവേഴ്സൽ ബ്രദർഹുഡ്, മാനവികത, ഇതാണ് നമുക്ക് കരണീയമായിട്ടുള്ളത്. അപ്പോൾ ഈ മതങ്ങൾ തമ്മിലടിച്ച് ഇവിടെ നാശം വിതയ്ക്കുന്നതിനേക്കാൾ ഞാൻ പറയുകയാണ്, എത്രയോ നല്ലതാണ് മതമില്ലാതെ ജീവിക്കുന്നത് എന്ന് തോന്നിപ്പോകുന്നത്. അത് ദോഷം ചെയ്യുന്നതുകൊണ്ടാണ്. ഞാൻ വിശ്വാസിയാണ്, ഞാൻ എന്നിൽ വിശ്വസിക്കുന്നു, ഒരു ശക്തിയിൽ വിശ്വസിക്കുന്നു, അതിന് ഈശോ എന്ന് വിളിച്ച് ജീസസ് എന്ന് വിളിച്ച് ശീലിച്ചതുകൊണ്ട് അത് വിളിക്കുന്നു, അത്രയേ ഉള്ളൂ. ബാക്കി എല്ലാ വിശ്വാസികളെയും ഞാൻ എൻ്റെ ബ്രദർഹുഡിലേക്ക് ചേർക്കാൻ തയ്യാറാണ്. അതാണ് വേണ്ടതെന്നുമാണ് എൻ്റെ അഭിപ്രായം. യൂത്ത് ഇന്ന് ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണ് ചേരേണ്ടതെന്നൊക്കെ വിചാരിച്ച്
സന്നിഗ്ധരായിട്ട് നടക്കുന്നുണ്ടാകും. ഞാൻ പറയുന്നു, ഒരു പാർട്ടി പോളിറ്റിക്സ് അല്ല അവർ ഫോളോ ചെയ്യേണ്ടത്. രാഷ്ട്രീയം, പോളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരിയായ അർത്ഥം ദ വേ ഓഫ് തിങ്കിങ്, ഒരു ചിന്താഗതിയാണ്. അപ്പോൾ അത് അവർക്ക് തന്നെ കണ്ടെത്താം. ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയയിൽ പോയി അളിഞ്ഞളിഞ്ഞ് നടക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അവർക്ക് ഒരു വേ ഓഫ് തിങ്കിങ്, നന്മ, അതാണ് എല്ലാ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഒരു ചിന്താഗതിക്ക് ഏറ്റവും ഗുണം ചെയ്യുന്നത്. നന്മ വരണം. അതിന് ഏറ്റവും ഉദാത്തമായിട്ടുള്ളത് സ്നേഹമാണ്. സ്നേഹം, കരുണ, ത്യാഗം, ഇതെല്ലാം അതിൽ ഉൾക്കൊള്ളും. അപ്പോൾ അവർ തന്നെ കണ്ടെത്തണം. ഈ പാർട്ടി പൊളിറ്റിക്സ് പോയിട്ട് ഇപ്പോൾ തൽക്കാലം എല്ലാ സിസ്റ്റങ്ങളും ചീഞ്ഞഴിയുകയാണ്. ഞാൻ ചേർച്ച് അല്ലെങ്കിൽ സന്യാസം ചീഞ്ഞഴിയുന്നു എന്ന് ശക്തിയുക്തം വാദിക്കുന്നത് പോലെ തന്നെ ഞാൻ പറയും, രാഷ്ട്രീയവും ഇങ്ങനെ അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണിപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സംഘടനാ തരത്തിൽ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. അത് കുറേ ഉയർന്നു പൊന്തിയിട്ട് പിന്നെ ഇപ്പോൾ റൂട്ട് ചീഞ്ഞ പോലെയായി, അപ്പോൾ ചീഞ്ഞളിയുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ പുതിയ യൂത്ത് ഇപ്പോൾ അവർക്ക് ശരിക്കും രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയാണ്. അവിടെ കയറി എല്ലാ സ്വാതന്ത്ര്യത്തോടു കൂടി എന്ത് കോമാളിത്തരവും എന്ത് നല്ലതും തിന്മയൊക്കെ ചെയ്യുന്ന ഒരു ഇതാണ് കാണുന്നത്. അതത്രയും നമുക്ക് അനുകൂലിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം പേരില്ലാത്ത, മുഖമില്ലാത്ത ആൾക്കാരായി നിന്നിട്ട് നാശം വിതയ്ക്കുന്നത് പോലെ പല സന്ദർഭങ്ങളിലും ഉണ്ടാകുന്നു. അത് എല്ലാവർക്കും പ്രശംസനീയമായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നുന്നില്ല. അവർക്ക് തന്നെ പോളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ദ വേ ഓഫ് തിങ്കിങ് എന്നുള്ള അർത്ഥത്തിൽ അവരുടെ ഒരു ചിന്താഗതി അതെപ്പോഴും ഒരു നന്മയിലേക്ക് നയിച്ചാൽ, ആ നന്മയുടെ പുറകെ സ്നേഹം ഉണ്ടാകും, ത്യാഗം ഉണ്ടാകും. നമ്മൾ അതൊക്കെ ഇവിടെ കാണുന്നുണ്ട്. വെള്ളപ്പൊക്കം വന്നാൽ ഒരു മതവും ഒരു രാഷ്ട്രീയവും നോക്കാതെ മനുഷ്യരെല്ലാവരും ഇറങ്ങുകയാണ് രക്ഷിക്കാൻ. മനുഷ്യജീവനെ രക്ഷിക്കുന്ന കാഴ്ച കണ്ട് നമ്മൾ ഞെട്ടിപ്പോയി. അത് കോവിഡ് കാലത്തും വെള്ളപ്പൊക്ക കാലത്തും എന്ത് പ്രശ്നങ്ങൾ, ഉരുൾപൊട്ടലുണ്ടായപ്പോഴും ഒക്കെ നമ്മൾ മനുഷ്യരിലെ നന്മ കണ്ടു. പക്ഷെ ആ ഒരു പ്രതിസന്ധി കഴിയുമ്പോൾ അതോടുകൂടി വീണ്ടും എല്ലാവരും കമ്പാർട്ട്മെൻ്റലൈസ്ഡ് ലൈഫിലേക്ക് പോകുന്നു. പിന്നെ ഈ ഒളിഞ്ഞിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഏരോ എറിഞ്ഞ് മറ്റുള്ളവരെ വേദനിപ്പിച്ച് അതിലെന്തോ സന്തോഷം കണ്ടെത്തുന്നത് പോലെ ഒരു പെസിമിസ്റ്റിക് അപ്രോച്ച്, ഒരു ദോഷൈക ദൃക്കുകളെപ്പോലെ ആയി വരുന്നത്, അത് എവിടെയാണ് അവർക്ക് വഴിതെറ്റുന്നത്? അപ്പോൾ എപ്പോഴും ഇങ്ങനെ പ്രശ്നങ്ങൾ, ക്രൈസിസ് വന്നുകൊണ്ടിരുന്നാൽ എത്ര നന്നായിരുന്നു എന്ന് പറയാൻ തോന്നുന്നത് പോലെ അത് ശരിയല്ല. ക്രൈസിസിലൂടെ നമ്മൾ പുറത്തെടുക്കുന്ന ആ നന്മ അത് തുടരാൻ വഴികൾ വെട്ടണം. പുത്തൻ വഴികൾ വെട്ടുക. അല്ലാതെ പഴയ രാഷ്ട്രീയ പാർട്ടിയുടെ പിന്നാലെ പോയിട്ട് ഈ അണികളായിട്ട് ജീവിതം നശിപ്പിക്കാതെ നിങ്ങളിനി പുതിയ ഒരു നന്മയുടെ പാതയിലേക്ക് കടക്കാൻ, ഇപ്പം നമ്മൾ ആ ചൂലെടുത്ത് വന്ന പാർട്ടിയൊക്കെ വന്നപ്പോൾ ഒരു ഉണർവുണ്ടായി. കുറേ പേര് പറഞ്ഞു ഞങ്ങളൊക്കെ അതിൽ ചേരാൻ പോകാമെന്ന്. പക്ഷെ അവിടെയും പിന്നെയും നമുക്ക് സംശയം തോന്നുന്ന അഴിമതികളൊക്കെ വന്നു തുടങ്ങി. മനുഷ്യരെവിടെ കൂടുന്നോ അവിടെ അഴിമതി വരും എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് റിമാർക്കിലേക്ക് പോകാതെ നമുക്ക് നന്മ ചെയ്യാൻ ഇറങ്ങാന്നേ. അപ്പോൾ അതൊരു പാർട്ടിയായി മാറുക. അതൊരു പോളിറ്റിക്സാണ്. പൊളിറ്റിക്കൽ ഈസ് പേഴ്സണൽ എന്ന് പറയും, വ്യക്തിപരമാണ്. ഈവൻ റിലിജൻ പോലും വ്യക്തിപരമാകണം എന്നാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ വാദിക്കുന്നത്. അതൊരു സിസ്റ്റം ആകണ്ട. കാരണം ആ സിസ്റ്റം ചീഞ്ഞഴിഞ്ഞു. ഇനി അത് നേരെയാക്കിയെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അതുതന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ചും പറയാനുള്ളത്. അപ്പോൾ യൂത്തിനോട് അവരിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഊർജം, അത് പണ്ട് ബസ്സിനെ കല്ലെറിയാനും തല്ലിപ്പൊട്ടിക്കാനും ഉപയോഗിക്കുന്നത് ഇപ്പോഴും ചിലപ്പോഴൊക്കെ തുടരുന്നതായിട്ട് കാണുന്നു. ആ ഊർജം എത്രയോ നല്ല വഴികളിലേക്ക് തിരിച്ചുവിടാം. അത് നിങ്ങൾ തന്നെ കണ്ടെത്തണം, യൂത്ത് തന്നെ കണ്ടെത്തണം. ഒരുപാട് നന്മ ചെയ്യാൻ പറ്റുന്ന, അതിനെ ക്രൈസിസ് ഭൂമിയും പ്രകൃതിയും വരുത്താൻ വരെ കാത്തു നിൽക്കണ്ട. അല്ലാതെ തന്നെ എത്രയോ മണ്ഡലങ്ങൾ. ഞാൻ എൻ്റെ അടുത്തേക്ക് വരുന്ന യൂത്തിനോട് പറയും, നിങ്ങൾ ഒന്ന് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കൊന്ന് പോയി നോക്കിയേ. അവിടെ എത്ര നന്മ ചെയ്യാൻ പറ്റുമെന്നറിയോ? അവിടെ ഓരോ രോഗികളും എത്ര കഷ്ടപ്പെട്ട്, അത് കൊച്ചു കൊച്ചു സഹായങ്ങൾ ചെയ്താൽ മതി, പണം തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല. ആൾബലം, ആളെ ആവശ്യമുണ്ട്. അപ്പോൾ ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്ന ഒരുപാട് പേർക്ക് ഒരു ആളെ ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നിങ്ങളിറങ്ങണം. അതാണ് യൂത്തിന് സ്രോതസ്സ്, യൂത്തിന് സ്ട്രെങ്ത്ത്, ഊർജം ഉണ്ട്. അത് നശീകരണത്തിന് ഉപയോഗിക്കാതെ നല്ല കാര്യത്തിനായിട്ട്. നമ്മളിപ്പോൾ സ്കൂളുകളിലൊക്കെ ഇപ്പോൾ ഡാൻസ് വന്നപ്പോൾ അതിനെപ്പറ്റി പ്രതികരണങ്ങളൊക്കെ നെഗറ്റീവായിട്ട് ഉണ്ടാകുമ്പോഴൊക്കെ
നമ്മൾ പറയുന്നത് അതൊരു എക്സസൈസാണ്. അത് പാട്ടിലൂടെ ആകുമ്പോൾ കുറച്ചുകൂടി ഹൃദ്യമായി, ഡാൻസിലൂടെ ആകുമ്പോൾ കുറേ കൂടി കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി. അപ്പോൾ അത്തരം കാര്യങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ അപ്പോഴേക്കും അതിന് കുറേ കുറ്റം കണ്ടുപിടിച്ച് അത് പ്രശ്നമായി തല്ലിക്കെടുത്താതെ ഈ യൂത്തിൻ്റെ ഊർജം ചെലവഴിക്കാനായിട്ട് യൂത്തും മാർഗങ്ങൾ കണ്ടെത്തണം, എൽഡേഴ്സും എഡൾട്ട്സും അതിനുള്ള വഴികൾ കണ്ടെത്തണം. അതായിരിക്കണം അവരുടെ പോളിറ്റിക്സ്. അല്ലാതെ ഇപ്പോഴത്തെ എസ്റ്റാബ്ലിഷ്ഡ് പൊളിറ്റിക്കൽ പാർട്ടികളിൽ ചേരുക എന്നുള്ളതല്ല. ഈ അച്ഛന്മാർക്ക് തിരുപ്പട്ടം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു കൂതാശയാണ്, വലിയ കാര്യമാണ്. പക്ഷേ ഞങ്ങളുടേത് കൂതാശയല്ല. ഇതാണ് സ്ത്രീകളെ ഏറ്റവും ഇടിച്ചു താഴ്ത്തുന്നത് സഭയുടെ സന്യാസ ഭവനങ്ങളിലൊക്കെയാണ്.